വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് നാടിനൊന്നാകെയുള്ളതാണ്. ചെയ്യേണ്ടത് ചെയ്തു എന്ന ചാരിതാർത്ഥ്യം LDF സർക്കാരിനുണ്ട്. ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണല്ലോ പ്രധാനം. കഴിഞ്ഞ 9 വർഷം ആ പദ്ധതിയിൽ നിർണായകമായിരുന്നു. LDF സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിൽ കൃത്യമായി നിറവേറ്റി. കല്ലിട്ടതുകൊണ്ട് കാര്യമായില്ല, കപ്പലോടുന്ന സ്ഥിതിയിലേക്ക് ആ പദ്ധതിയെ എത്തിക്കുക എന്നുള്ളത് LDF സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ പദ്ധതിയാണത് എന്ന കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഒക്കെ അവകാശവാദത്തിൽ മറുപടി കൂടി നൽകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. അതിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. PMO ആണ് പരിപാടിയുടെ ഫൈനൽ പട്ടിക തീരുമാനിക്കുന്നത്. പട്ടിക അംഗീകരിച്ച ശേഷമേ ക്ഷണിക്കാൻ കഴിയുകയുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് വന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അതിന് സംസ്ഥാനവുമായി ബന്ധമില്ല. സംസ്ഥാനം കൈമാറിയത് ജനപ്രതിനിധികളുടെ പട്ടികയാണ്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നുള്ള ആവശ്യം അതിനൊരാഗ്രഹം മാത്രം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ സർക്കാരിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ വിമർശനം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PK ശ്രീമതിയെ വിലക്കിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നടക്കം വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കുകയാണ്. പ്രധാനമായി അതിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. ആ പദ്ധതി എങ്ങനെ ജനങ്ങൾക്ക് സഹായകമാകാൻ പോകുന്നു എന്ന കാര്യം, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിൻ്റെ പ്രാരംഭം കുറിക്കലാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നത്. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് ആ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പദ്ധതിയിൽ 60% നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറാണ് നേരത്തെ ഉണ്ടായിരുന്നത്. LDF സർക്കാരിൻ്റെ സപ്ലിമെൻ്ററി കരാറിൻ്റെ പ്രസക്തി അതെത്രത്തോളമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കുന്നു. വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് ആ പദ്ധതി കാരണമാകാൻ പോകുന്നു എന്ന് പിണറായി വിജയൻ വിശദീകരിക്കുന്നു. മറ്റൊന്ന് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദമാണ്. അതിൽ UDFിൻ്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളുന്നുണ്ട് മുഖ്യമന്ത്രി. അദ്ദേഹം അത് വിശദീകരിക്കുന്നതിനിടയിൽ കല്ലിട്ടതുകൊണ്ട് കാര്യമായില്ല, കപ്പലോടുന്ന സ്ഥിതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് LDF സർക്കാർ സ്വീകരിച്ച നിശ്ചയദാർഢ്യം, LDF സർക്കാർ കൈക്കൊണ്ട നടപടികൾ, അതിൽ പൂർണ്ണ തൃപ്തിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് എന്ന കാര്യമാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള തർക്കം നടക്കുന്നതിനിടയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൽ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ട്. PMO ആണ് പരിപാടിയുടെ ഫൈനൽ പട്ടിക തീരുമാനിക്കുന്നത്. സംസ്ഥാനം കൈമാറിയ പട്ടികയിൽ VD സതീശൻ്റെ പേരുണ്ടായിരുന്നു എന്നടക്കമുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിശദാംശങ്ങൾ ശ്രീജിത്ത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചത്. അതിൽ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണെന്ന കാര്യം ജനങ്ങൾ സ്വാഭാവികമായി തീരുമാനിച്ചുകൊള്ളട്ടെ. തറക്കല്ലിട്ട് മാത്രം പോയാൽ കാര്യങ്ങൾ നടക്കില്ല. അവിടെ ഇപ്പോൾ കപ്പലടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കഴിഞ്ഞ 9 കൊല്ലം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. ആ കാര്യത്തിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ, ഈ സർക്കാരും മുൻ സർക്കാരും എന്തെല്ലാം ചെയ്തു എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു. അതുമായി ബന്ധപ്പെട്ട ക്ഷണം വൈകിയതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച് പട്ടിക വന്നാലേ ക്ഷണിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് എന്ന താമസം വന്നതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. സർക്കാർ നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരുണ്ടായിരുന്നു. മറ്റുള്ള അദ്ദേഹം ഈ കാര്യത്തിലുള്ള നിലപാട് മാറ്റിവെച്ച് പരിപാടിയിലേക്ക് വരുന്നു. പ്രതിപക്ഷ നേതാവിനെ താങ്കൾ സ്വാഗതം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടിയിൽ ഉൾപ്പെട്ടത് സർക്കാർ ഉൾപ്പെടുത്തിയിട്ടല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്തായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റിന്റെ കാര്യത്തിലുള്ള മറുപടിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായ മറുപടിയാണ് വാർത്താസമ്മേളനത്തിൽ നൽകിയത്. ശരി, ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന കാര്യം പിണറായി വിജയൻ പറയുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന ചില വിമർശനവും രാഷ്ട്രീയ പ്രചാരണവുമുണ്ട്. അതിനുകൂടി പിണറായി വിജയൻ മറുപടി പറയുകയാണ്. അത് UDFിൻ്റെ പദ്ധതിയാണ്, അതിന് ഉമ്മൻചാണ്ടിയാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന UDFിൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് അത് LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണെന്നും കല്ലിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, കപ്പലോടുന്ന നിലയിലേക്ക് അതിനെ എത്തിച്ചത് LDF സർക്കാരാണ് എന്നും പിണറായി വിജയൻ വിശദീകരിക്കുകയാണ്.